ഇന്ന് പുലർച്ചെ യമനിലെ ഹൂതികളും ഇസ്രായേലും തമ്മിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടന്നിരിക്കുന്നത്. ആദ്യം ആക്രമണം നടത്തിയത് ഹൂതികളാണ്. ഈ ആക്രമണത്തോടുകൂടി ഒരു കാര്യം വ്യക്തമായി: ഇസ്രായേലുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല എന്ന്. ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹൂതികൾക്ക് വേണ്ട ആയുധങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത് ഇറാനാണ്. യമനിലെ ഹൂതികൾ ഇറാന്റെ നിർദ്ദേശം നടപ്പിലാക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് പുലർച്ചെ ഇസ്രായേൽ പ്രാദേശിക സമയം 2:30 ഹൂതികൾ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിന് നേർക്ക് മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത്. യമനിൽ നിന്ന് മിസൈലുകളും ഡ്രോണുകളും വന്നതോടുകൂടി ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലും പരിസര പ്രദേശങ്ങളിലും അപായ സൈറനുകൾ കൂട്ടത്തോടെ മുഴങ്ങുകയും ടെല്ലവീവിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേലികൾ ഉറക്കം അവസാനിപ്പിച്ചുകൊണ്ട് ബങ്കറുകളിൽ ഓടിയൊളിക്കുകയുമാണ് ഉണ്ടായത്. ഇസ്രായേൽ പതിവ് പോലെ പറഞ്ഞത് ഹൂതികളുടെ മിസൈലിനെയും ഡ്രോണിനെയും തകർത്തു എന്നും ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുമാണ്. പക്ഷേ ഇത്തവണ ഇസ്രായേലിന്റെ നുണ പൊളിയുകയാണ് ഉണ്ടായത്. ഹൂതികളുടെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന്റെയും കാറുകളുടെയും ചിത്രങ്ങളും വീഡിയോയും പുറത്തു വന്നതോടുകൂടി ടെല്ലവീവിൽ ഹൂതികൾ വിജയകരമായി ആക്രമണം നടത്തിയെന്ന് ലോകത്തിന് ബോധ്യമായിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇസ്രായേൽ ഹൂതികളുടെ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി. ഇന്ന് പുലർച്ചെ 3:15-നും 4:30-നുമായി 2 ആക്രമണങ്ങളാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ യമനിൽ നടത്തിയത്. ആക്രമണത്തിൽ 14 ഫൈറ്റർ ജെറ്റുകളും ചാരവിമാനങ്ങളും ഇന്ധനം നിറക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വിമാനങ്ങളും ഉൾപ്പെടെ വൻ സന്നാഹത്തോടുകൂടിയാണ് ഇസ്രായേൽ വ്യോമസേന യമനിൽ ആക്രമണം നടത്തിയത്. ആദ്യത്തെ ആക്രമണം യമനിലെ സീ പോർട്ടുകളിലായിരുന്നു. ഹുദൈദ ഉൾപ്പെടെ യമനിലെ 3 സീ പോർട്ടുകളിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി. രണ്ടാമത്തെ ആക്രമണം ഹൂതികളുടെ തലസ്ഥാനമായ സെനയിലായിരുന്നു. ഇവിടെ പവർ പ്ലാന്റുകളിലും എണ്ണ സംഭരണശാലകളിലുമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ബോംബാക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഹൂതികളുടെ ചാനലായ അൽ മസ്റാഹ് TV അറിയിച്ചിരിക്കുന്നത്. ഇതിൽ 7 പേർ കൊല്ലപ്പെട്ടത് ഹുദൈദയിൽ നടന്ന ആക്രമണത്തിലും 2 പേർ കൊല്ലപ്പെട്ടത് സനയിൽ നടന്ന ആക്രമണത്തിലുമാണ്. യമനിലെ സനയിലും ഹുദൈദയിലുമായി 5 കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഡസൻ കണക്കിന് ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഇസ്രായേലിന്റെ സൈനിക വക്താവായ ഡാനിയൽ ഹെഗറി ഇന്ന് പുലർച്ചെ ഇസ്രായേൽ വ്യോമസേന യമനിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ടെല്ലവീവിൽ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി പ്രതികരിച്ചത്: ഫലസ്തീൻ ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ടെല്ലവീവിലെ 2 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി എന്നാണ്.